നേരം വെളുത്ത് പത്രമെടുത്താൽ, ചാനൽ തുറന്നാൽ, സോഷ്യൽ മീഡിയയിൽ കയറിയാൽ, ഫേസ്ബുക്കിൽ കയറിയാൽ അച്ഛൻ മകളെ പീഡിപ്പിച്ചു, അച്ഛൻ മകളെ ഗർഭിണിയാക്കി, രണ്ടാനച്ഛൻ പീഡിപ്പിച്ചു, മദ്രസാധ്യാപകൻ പീഡിപ്പിച്ചു, പീഡനങ്ങളുടെ പരമ്പരയാണ്. ശരീരത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം വന്ന പെൺകുട്ടികൾ വന്നാൽ അവരുടെ കുഞ്ഞു പ്രായത്തിലും അവർ ഉപദ്രവിക്കുക. ഇനി ആൺകുട്ടികളെ ഉപദ്രവിക്കുന്നു ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി. എന്തൊരു നാടാണിത്! അപ്പൂപ്പൻ്റെ അടുത്ത് കൊച്ചുമകളെ ഏൽപ്പിച്ചിട്ട് പോകാൻ കഴിയുന്നില്ല. വീടുകളിൽ കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല. എന്തൊരു നാടാണ്! എൻ്റെ കുട്ടിയാണ്, ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യും, നിങ്ങളാരാ ചോദിക്കാനെന്നുള്ളൊരു കാലമുണ്ടായിരുന്നു. അത് പോയി. അയലത്തെ വീട്ടിൽ, അപ്പുറത്തെ വീട്ടിൽ, ഇപ്പുറത്തെ വീട്ടിൽ, ലോകത്തെവിടെയെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പ്രശ്നമുണ്ടായാലോ, ശബ്ദവ്യത്യാസമോ സ്വഭാവവ്യത്യാസം ഉണ്ടായാൽ ഇടപെടേണ്ട പൊതുസമൂഹം വളർന്നു വരേണ്ട കാലമായി. എൻ്റെ കുട്ടികൾ നിങ്ങളെ കുട്ടികളൊന്നുമില്ല. വിദേശ രാജ്യങ്ങളിലൊന്നും അങ്ങനെയല്ല. കുട്ടികൾക്ക് വലിയ അവകാശമാണുള്ളത് എന്ന് വിചാരിച്ച് കുട്ടികളെ ആരും തല്ലണ്ട, കുട്ടികളുടെ ബാഗ് പരിശോധിക്കേണ്ട, ആ വിഷയങ്ങളില്ല. അത് സർവതന്ത്ര സ്വതന്ത്രരല്ല. അത് തീർച്ചയായും കുട്ടികളെ തല്ലേണ്ടതുണ്ടെങ്കിൽ, തെറ്റ് ചെയ്താൽ ചെറിയ തല്ലൊക്കെ കൊടുത്താൽ ചിലപ്പോൾ അവർ കുറച്ചുകൂടി തല്ലിനെ പേടിച്ചിട്ടെങ്കിലും അവർ നന്നാവും. ഞാനൊക്കെ അങ്ങനെ തല്ല് കിട്ടി വളർന്നിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലും അമ്മയും എല്ലാവരെയും തല്ലിയൊക്കെ ചെയ്യുമായിരുന്നു. ചേട്ടനും അമ്മയൊക്കെ എല്ലാവരും തല്ലിയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ തല്ലൊക്കെ കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ശിക്ഷാ നടപടികൾ, ചെറിയ ചെറിയ ശിക്ഷാ നടപടികൾ, അവരുടെ ബാഗ് പരിശോധിക്കുക, മൊബൈൽ, ഇതൊക്കെ വേണം. പക്ഷേ ഇതൊരു കടന്ന പീഡനമാണ് നടക്കുന്നത്. എന്തായാലും പോപ്സോ കേസുകളുടെ പരമ്പരയുടെ ഇടപെടലിൽ പുതിയ ഒരു നിയമം അല്ലെങ്കിൽ പുതിയ ചില ഉത്തരവുകളുമായി സർക്കാർ വരുന്നത് പ്രതീക്ഷ നൽകുന്നു. സുഭാഷിതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങൾക്ക് സംഭാവനകൾ അയച്ചു തരിക. ഗൂഗിൾ പേ നമ്പറുണ്ട്. അതുപോലെ തന്നെ പരസ്യങ്ങൾ അയച്ചു തരിക. വാർത്തകൾ നിങ്ങൾ ഞങ്ങൾക്കും ഷെയർ ചെയ്യുക. കുഞ്ഞുങ്ങളെ തൊട്ടാൽ വിവരമറിയും. കടുത്ത നടപടിക്കാണ് സർക്കാർ പോകുന്നത്. എല്ലാ രണ്ടാനച്ഛന്മാരുടെയും അമ്മമാരുടെയൊക്കെ കണക്കെടുക്കും. 10 വർഷത്തിനിടയിൽ ആക്രമണത്തിന് ഇരയായവരുടെ കണക്ക് 43,474 50,000 പേർക്കടുത്താണ് 10 വർഷത്തിനിടയായിരുന്നത്. കൊല ചെയ്യപ്പെട്ടത് 282 കുഞ്ഞുങ്ങളാണ് കൊന്നത്. ഇവിടെ എന്തൊരു നാടാണിത്! 13,825 ലൈംഗിക അതിക്രമങ്ങളിൽ മഹാഭൂരിപക്ഷവും അച്ഛൻ, അമ്മ, രണ്ടാനച്ഛൻ, രണ്ടാനമ്മ, പിന്നെ ചിറ്റപ്പൻ, മാമൻ, അളിയൻ, അപ്പൂപ്പൻ, അമ്മുമ്മ തുടങ്ങിയ ടീമുകളാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. എന്തൊരു നാടാണിത്! 1871 തട്ടിപ്പോകി കൊണ്ടുപോയി തിരിച്ചു വരാത്തവരുടെ കേസുകൾ. അങ്ങനെ കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്കായി ഇപ്പോൾ ഇതാ ഒരു നിയമം വന്നിരിക്കുന്നു. ഒരു നിയമം പോരാ, ബാലാവകാശ നിയമമൊന്നും പോരാ. അതൊരു ഉടായ്പ സംവിധാനം പോലെയാണ് പോകുന്നത്. അത് ചുമ്മാ ആവശ്യമില്ലാത്ത പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആളുകൾ അവിടെ വയ്ക്കും. അവർ പോയി എന്തെങ്കിലുമൊക്കെ കേസെടുക്കുക. കേസിനൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും കംപ്ലയിൻറ്റ് ബോക്സ് വയ്ക്കാൻ പോകുന്നു. വളരെ നല്ല കാര്യം. പക്ഷേ കംപ്ലയിൻറ്റ് ബോക്സ് നോക്കേണ്ടത് പ്രധാന അധ്യാപിക ആയി വരുമ്പോൾ, പ്രത്യേകിച്ച് എയ്ഡഡ് സ്കൂളുകളിലൊക്കെ ഇത് വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങളിലൊക്കെ വയ്ക്കുമ്പോൾ ആ സ്ഥാപനത്തിന് മോശമുണ്ടാവുമെന്ന് പറഞ്ഞ് ഒതുക്കി തീർക്കൽ പരിപാടി നടക്കാൻ സാധ്യതയുണ്ട്. പിന്നെ കുട്ടിയെ പീഡിപ്പിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ നടക്കാം. പരാതി പറഞ്ഞാൽ പരാതി പറയുന്ന കുട്ടിയെ പീഡിപ്പിക്കുക, അതുപോലെ പരാതി എഴുതിയിട്ടാൽ ആ കുട്ടിയെ ഉപദ്രവിക്കുക. അതുകൊണ്ട് ഇതിൻ്റെ അന്വേഷണം മറ്റൊരു രൂപത്തിലേക്ക് കൊണ്ടുപോകും. CWC, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ കൂടിയൊക്കെ ബന്ധിപ്പിച്ച്, അല്ലെങ്കിൽ പുതിയ സംവിധാനം ഉണ്ടാക്കി, ശിശു സൗഹൃദ സമിതികൾ സ്കൂളുകളിൽ ഉണ്ടാക്കി അവരുടെയും കൂടെ നേതൃത്വത്തിൽ വേണം ഇത് പരിശോധിക്കാൻ. അതുപോലെ കുഞ്ഞുങ്ങളോട് അവരുടെ പേരെഴുതിയിടണമോ എന്ന് പറയാൻ ഒന്നൊരു നിർദ്ദേശം പോകും. കാരണം ഇതിലൊരു നിർദ്ദേശം പോകണം. അവർ പേരെഴുതിയിടേണ്ടതുണ്ടോ? പേരെഴുതിയിട്ടാൽ ആ കുഞ്ഞുങ്ങളെ, ബാക്കി കുട്ടികൾ, എന്നെ ഇങ്ങനെ പീഡിപ്പിച്ചു എന്നൊരു പെൺകുട്ടി, അധ്യാപകൻ പീഡിപ്പിച്ചു എന്നൊരു പെൺകുട്ടി എഴുതിയിട്ടാൽ അവസാനം ആ പെൺകുട്ടിയെ ഒരു മോശമായിട്ടായിരിക്കും ആ സ്കൂളുകാരും സമൂഹവും കാണുന്നത്. അങ്ങനത്തെ അഴുക്ക സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിലാണ് ഞാൻ ഈ കൺസേൺ പറയുന്നത്. എഴുതിയിടുന്നതിൽ അവരുടെ പേരെഴുതണമെന്നില്ല എന്ന് പറയുക. അവിടെ ക്ലാസ് എഴുതിയാൽ മതിയല്ലോ, അധ്യാപകർക്കെല്ലാം മനസ്സിലാവുമല്ലോ ആരാ എഴുതിയിരിക്കണമെന്ന്. ഹൈ അക്ഷരമൊക്കെ വെച്ച് അധ്യാപകർക്ക് പിടിക്കാൻ പറ്റും. പേരെഴുതിയിടണമെന്നില്ല. അത് ഇതിനകത്തൊരു രഹസ്യ സ്വഭാവം കൂടെ കാണിക്കേണ്ടതുണ്ട്, എന്നാൽ പരിഹരിക്കേണ്ടതുമുണ്ട്. അപ്പോൾ ഒരു വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഏരിയയാണ്. ശിവൻകുട്ടി അപ്പൂപ്പൻ ഇത് ചെയ്യുന്നത് കൊള്ളാമെന്ന് പിള്ളേർ കൈയടിക്കും, റീൽസ് ഇടും. പിന്നെ നന്നായി അപ്പൂപ്പൻ്റെ കൂടെ ഉണ്ടാവും. പക്ഷെ അപ്പൂപ്പൻ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ അപ്പൂപ്പന്മാർ ഇത് ഹൈജാക്ക് ചെയ്യും. അതുകൊണ്ട് വളരെ കൃത്യമായ ഒരു ഗൈഡ് ലൈൻ ഇതിനിറക്കണം. പ്രിൻസിപ്പാൾമാർക്കും HM-മാർക്കും മാത്രം ഇത് വിട്ടുകൊടുക്കരുത്. അവർ ഇത് ഹൈജാക്ക് ചെയ്യും. അതുപോലെ എന്നാൽ അവർ കമ്മിറ്റിയിൽ വേണം. കുട്ടികളോട് അവരെ പേരെഴുതാതെ അവർ വിഷയങ്ങൾ മാത്രം എഴുതി അത് പരിഹരിക്കുക. പിന്നെ പേരെഴുതി കഴിയുമ്പോൾ അത് ക്ലാസ്സിൽ വേണമെങ്കിൽ അല്ലാതെ ചോദിച്ച് ടീച്ചർമാർ അതൊരു സ്വഭാവമൊക്കെ മനസ്സിലാക്കി ടീച്ചർമാരൊന്ന് കണ്ടുപിടിച്ച്
അങ്ങനെ കുട്ടികൾ അല്ല ഇനി പേരെഴുതണമെങ്കിലും അത് രഹസ്യമായി സൂക്ഷിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകണം. അതിനെ ക്ലാസ്സിലിട്ട് അലക്കി സമൂഹത്തിലടക്കി അലക്കി അതിനെ വാർത്തകളാക്കി അതിനെ റീൽസ് അടിച്ച് കൊണ്ടുപോകരുത് എന്നാണ് വളരെ വിനയത്തോടെയുള്ള